കോൺഗ്രസ് പാരമ്പര്യമുള്ള കുടുംബം, എപ്പോഴും കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്തിരുന്ന കുടുംബം, കോൺഗ്രസിൻ്റെ സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയൊക്കെ വലിയ ഗർവോട് കൂടി സംസാരിക്കുന്ന കൂടെയുള്ള ആളുകൾ, അവരിൽ നിന്നൊക്കെ മാറി പെട്ടെന്ന് BJP അൺഎക്സ്പെക്റ്റഡ് ആയിപ്പോയത്. അഭിപ്രായം ഇതുപോലൊക്കെയല്ല. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അല്ല, ഇത് അൺഎക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞാൽ എനിക്കും അൺഎക്സ്പെക്റ്റഡ് ആണ് സത്യം പറഞ്ഞാൽ. ഞാനും ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത് ചെയ്യും എന്നുള്ളത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. ഞാൻ അതിൽ നിന്ന് എപ്പോഴും മാറി നിൽക്കാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ. സർവീസിൽ കയറുമ്പോൾ നമ്മൾ എടുക്കുന്ന പ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ അതിൽ മെയിൻറ്റെയിൻ പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞൊരു പ്രതിജ്ഞ എടുക്കും. ആ പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി ഞാൻ ത്രൂ ഔട്ട് ദ സർവീസ് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ള അഭിമാനപൂർവ്വം ഞാൻ പറയുന്നുണ്ട്. പക്ഷേ റിട്ടയർ ചെയ്ത ശേഷം പല പാർട്ടിക്കാരും എന്നെ സമീപിച്ചു. പല പാർട്ടിയിൽ നിന്നുള്ള ആൾക്കാർ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേർന്നൂടെ, ഇലക്ഷൻ നിന്നൂടെ, അത് ചെയ്തൂടെ, ഇതൂടെ. അപ്പോഴൊക്കെ ഞാൻ വേണ്ട എന്ന് പറഞ്ഞെങ്കിലും BJPയിൽ നിന്ന് വന്ന് പറഞ്ഞപ്പോൾ അത് ഒന്നല്ല രണ്ടല്ല 3 പ്രാവശ്യം ആയപ്പോഴും ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് മാറി, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിന്നപ്പോഴും എവിടുന്നോ ഒരു അകത്തുനിന്നൊരു ചെറുതായിട്ട് ഒരു കുഞ്ഞിരുന്ന് പറയുന്നത് പോലെ, മിണ്ടാതിരി ഇങ്ങനെ എൻ്റെ അടുത്ത് പറയുന്നത് പോലെ, എന്നെ താക്കീത് ചെയ്യുന്നത് പോലെ ഒരു ഫീലിംഗ്. അപ്പം മെഡിറ്റേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ മെഡിറ്റേഷൻ സമയത്ത് നമ്മളൊന്നും അറിയില്ലെങ്കിലും എണീറ്റ് കഴിയുമ്പോൾ കുറേ ആശയങ്ങൾ മനസ്സിൽ വരും. അപ്പം അങ്ങനെ ഒരു മെഡിറ്റേഷൻ കഴിഞ്ഞ് എണീറ്റപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് തോന്നിയത് അടുത്ത പ്രാവശ്യം അവർ ഒന്ന് ചോദിച്ചാൽ യെസ് പറഞ്ഞേക്കാം. ഒന്നുമില്ലല്ലോ, ഒരു മെമ്പർഷിപ്പ് എടുക്കുന്നതല്ലേ. ഇപ്പം മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പേരെ മെമ്പർഷിപ്പ്, അതിൻ്റെ ഉദ്ദേശം ഞാനിരുന്ന് ആലോചിച്ചോ എന്താ ഇങ്ങനെ എനിക്ക് തോന്നിയെന്ന് ആലോചിച്ചപ്പോഴും എനിക്ക് മനസ്സിലായത് BJP എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് ഒരു ഐത്തമുണ്ട് കേരളത്തിൽ. ഒരു വല്ലാത്ത ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ അതിനോട് വിശ്വാസമുള്ളവർ പോലും അത് പറയാൻ പേടിക്കും. അപ്പോൾ ഒരു നല്ല കാര്യമാണെങ്കിൽ പോലും അവർ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇന്ന ഇതിൽ പെടുത്തുവോ. ഇപ്പം എന്താണ് ഒരു എഴുത്തുകാരനാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ സോഷ്യലിസ്റ്റ് ആവണം, കമ്മ്യൂണിസ്റ്റ് ആവണം. അത് നമ്മുടെ ചരിത്രം അങ്ങനെയാണ്. നമ്മുടെ കേരളത്തിന്റെ ചരിത്രം മുഴുവനും കേരളത്തിലെ നാടകങ്ങളും ലിറ്ററേച്ചറും എല്ലാം ഈ കമ്മ്യൂണിസത്തിൽ നിന്നാണ് വളർന്നു വരുന്നത്. KPSC എന്ന് പറയുന്നത് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നുള്ള നാടകം, പഴയ സത്യന്റെ സിനിമകൾ, ഇതെല്ലാം ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായിട്ട് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നതാണ്. എല്ലാം നമ്മുടെ സാഹിത്യവും നമ്മളുടെ സിനിമയും കൾച്ചറും എന്റർടൈൻമെന്റും എല്ലാം കമ്മ്യൂണിസം സ്പ്രെഡ് ചെയ്യുന്ന അതിൽ മുറുകെ പിടിച്ചിരിക്കുന്നത്. അപ്പൊ അതിലുള്ള ഒരാൾ പോലും BJPക്കാരനാണെന്ന് പറയാൻ പേടിയാ. പറഞ്ഞു കഴിഞ്ഞാൽ നാളെ തൊട്ട് അവർക്ക് ചാൻസ് കിട്ടൂല, അല്ലെങ്കിൽ നാളെ തൊട്ട് അവർക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പേടിയിൽ പറയുന്നില്ല. അപ്പൊ ഇങ്ങനെ എല്ലാവരും പേടിച്ചിരുന്നാൽ എങ്ങനെയാണ്? ഒരു ആശയം ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്കൊരു വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ശരിയാണ്, ഞാൻ അതിൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് പറയാൻ എന്തിനു പേടിക്കണം? ഒരു മെസ്സേജ് എനിക്ക് കൊടുക്കണം തോന്നി, പ്രത്യേകിച്ച് സ്ത്രീകളോട്. കാരണം പല സ്ത്രീകളും somehow they are proud to say that they are BJP അല്ല ചീത്ത എന്ന് പറയുന്നതിൽ ഒരു പ്രൈഡ് അവർ കാണുന്നുണ്ട്. സെയിം തിങ് ലൈക്ക് ട്രംപിനോട് സ്നേഹമാണെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കുറ്റമാണെന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടമാണ് അമേരിക്കയിൽ. പക്ഷെ എനിക്കത് പറയണമെന്ന് തോന്നി. എനിക്ക് ട്രംപിനോട് സ്നേഹമാണ്, എനിക്ക് ട്രംപിനെ ഇഷ്ടമാണ്, ഹി ഷുഡ് പിക്കം ദ പ്രസിഡന്റ് എന്ന് പറയണമെന്ന് തോന്നിയുകൊണ്ട് എനിക്കത് പറയേണ്ടി വന്നു. അതുപോലെ തന്നെയാണ് BJP എന്ന് പറയുന്ന നല്ലൊരു പാർട്ടി, ഭാരതീയ പൈതൃകവും സംസ്കാരവും ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടി. നമ്മുടെ ഇന്ത്യൻ എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ, ഇന്ത്യ, ഹിന്ദു എന്ന് പറയുന്നത് ആ ഒരു കൾച്ചർ സ്പ്രെഡ് ചെയ്യാൻ നോക്കുന്ന കഴിഞ്ഞ 10 വർഷമായിട്ട് ഭയങ്കര നല്ല രീതിയിൽ വലിയ ഡെവലപ്മെൻറ്റ് വന്ന് ഇൻ്റർനാഷണലായിട്ടും നാഷണലായിട്ടും ഒരുപാട് ഉന്നമനം ഉണ്ടാക്കിയ ഒരു പാർട്ടി. ആ പാർട്ടിയുടെ കൂടെ ഞാൻ നിൽക്കുന്നു, അതിൻ്റെ നേതാവിനെ ഞാൻ ബഹുമാനിക്കുന്നു, നരേന്ദ്രമോദിയെ ഞാൻ ബഹുമാനിക്കുന്നു എന്ന് എനിക്ക് തുറന്ന് പറയണമെന്ന് തോന്നിയ ഒരു അവസരത്തിൽ ഞാൻ യെസ് ഇതെൻ്റെ പാതയാണ് എന്ന്, സജീവ രാഷ്ട്രീയത്തിൽ ഞാൻ ഇറങ്ങിയിട്ടില്ല, രാഷ്ട്രീയ പ്രവർത്തക ആയിട്ടില്ല. ഐ ജസ്റ്റ് ടുക്ക് എ മെമ്പർഷിപ്പ്. ഞാൻ അതിൻ്റെ ഒരു പാർട്ടി അംഗത്വം എടുത്തു. അതെനിക്ക് പേടിയില്ലാത്തതുകൊണ്ടാണ്. ഞാൻ BJPയിൽ എൻഡോസ് ചെയ്യുന്നു. ഞാൻ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ കൂടെ ഒപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളോട് എനിക്ക് പൂർണ്ണമായിട്ട് യോജിപ്പുണ്ട് എന്ന് പറയണം എന്നുള്ള അവസരം അത് വന്നു എന്ന് തോന്നിയത് കൊണ്ടാണ് അത് ചെയ്തത്. ഒരു സമയത്ത് മകനെ തട്ടിക്കൊണ്ടുപോകാൻ ചിലർ ശ്രമിക്കുന്നു, ഭർത്താവിനെ അപായപ്പെടുത്താൻ ചിലർ ശ്രമിക്കുന്നു. അപായപ്പെടുത്തിയവർ ആ കൊട്ടേഷൻ തുക ഉൾപ്പെടെ മാമിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് സമർപ്പിച്ച് ഞങ്ങളിത് എടുക്കുന്നില്ല എന്ന് പറഞ്ഞ സമയമുണ്ട്. ലോഡഡ് ഗണ്ണുമായി ഉറങ്ങിയ രാത്രികളുണ്ട്. അതുപോലൊരു ഭയം പിന്നീട് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ പണ്ട് അന്വേഷിച്ച് തീർത്ത കേസിൻ്റെയൊക്കെ ബാക്കി പത്രമേ മറ്റേതെങ്കിലും രൂപത്തിൽ വരുമെന്നുള്ളൊരു ഭയമുണ്ടോ? ഇല്ല, ആ ഒരു സമയത്തുണ്ടായിരുന്ന പോലെ ഒരു ഭയം പിന്നീട് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇല്ല, അതിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്കറിയാം. പക്ഷെ അന്നത്തെ സമയത്ത് ഒരു വലിയ ശക്തി എന്ന് പറയുന്നത് ഒരു ഓഫീസേഴ്സിൻ്റെ ഒരു 11 ഓഫീസേഴ്സാണ്. കൂടാതെ അതിൻ്റെ പുറകിൽ നിൽക്കുന്ന കുറച്ച് രാഷ്ട്രീയ പ്രവർത്തകർ, ഒരു വലിയ മുതലാളി, അവർ പല വിധത്തിൽ എൻ്റെ അമ്മയ്ക്ക് 1 കോടി രൂപ കൊണ്ട് കൊടുക്കാൻ ശ്രമം നടത്തി. ആ സമയത്ത് തന്നെയാണ് എൻ്റെ ഈ കേസിൽ നിന്ന് ഒരു ഡയറി ഉണ്ടായിരുന്നു, മാസപ്പടി ഡയറി എന്ന് പറഞ്ഞാൽ. ഡയറി മാത്രം തിരിച്ചു കൊടുത്താൽ മതി, 50 ലക്ഷം ആദ്യം കൊടുക്കും, ഡയറി അയാളുടെ കൈ കൊണ്ട് കൊടുത്താൽ 50 ലക്ഷം കൊടുക്കും എന്ന് അമ്മയെ വിളിച്ച് അമ്മയുടെ എൻ്റെ അമ്മാവൻ
അമ്മാവനെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞ് അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞ് അങ്ങനെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു നല്ലതല്ലേ ഞാൻ കൊടുത്തത് ആ സമയത്ത് 1 കോടി രൂപ എന്ന് അതെ പറയുന്നത് അതെ അതെ വിചാരിക്കാൻ പറ്റാത്തത്ര ഇത് എമൗണ്ട് ആണ്. 94 സമയത്ത്. അപ്പൊ അങ്ങനെ ഒരു പല തരത്തിലുള്ള ഒരു എന്താ നമ്മളൊരു ഒറ്റപ്പെടുന്ന ഒരവസ്ഥ വരത്തില്ലേ? പല സ്ഥലത്തുനിന്ന് വന്ന് ഭർത്താവിന് ദ്രോഹം, അമ്മയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു, മോനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു, എന്നെ കള്ളക്കേസിൽ കൊടുക്കാനായിട്ട് പോകുന്നു, എൻ്റെ എന്തോ സ്വർണ്ണമൊക്കെ കൊണ്ട് വീട്ടിൽ വെച്ച് റെയ്ഡ് നടത്തി പിടിപ്പിക്കാനൊക്കെ ഒരു ശ്രമം നടന്നു, ഹിജാബ് കൊണ്ട് വെച്ച് നടത്തിക്കുക, അങ്ങനെയൊക്കെ ഒരുപാട് അതുപോലൊരു ഭീതി പിന്നീട് ഒരിക്കലും. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് എനിക്ക് CBI പോകാനുള്ള ഒരു അവസരം പോലും വന്നത്. ആ സമയത്താണ് CBI ഓഫീസേഴ്സ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് കൊച്ചിയിൽ ബ്രാഞ്ചിൽ ഒരു വേക്കൻസി വരുന്നുണ്ടോ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോയതാണ്. പക്ഷെ അതിന് ശേഷം അത് തരണം ചെയ്ത് കിട്ടിയ ആ ഒരു അവസരത്തിന് ശേഷം ഇതുപോലൊരു പേടി എനിക്ക് പിന്നെ ഉണ്ടായിട്ടും ഇല്ല, ഉണ്ടാവുകയില്ല. ആ ഒരു സമയത്ത് ഒരു ഭയങ്കര ഒരു പ്രയാസമായിരുന്നു. കാരണം സപ്പോർട്ട് ഇല്ല എന്നൊരു തോന്നൽ, DGP പോലും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊരു തോന്നൽ വരുമ്പോൾ നമ്മൾ സ്വയം സപ്പോർട്ട് ചെയ്തല്ലേ പറ്റും. അതുകൊണ്ട് എനിക്ക് ഹാപ്പിയായിരുന്നു CBIയിൽ പോകാൻ ഞാൻ ജീവനം കൊണ്ട് ഓടിയതാ. ഞാൻ ഈ ചോദ്യം ചോദിക്കാനുള്ള സാഹചര്യം മാം ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് റിഗ്രറ്റ്സ് ഉണ്ട്, ഞാൻ തെറ്റായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, ഞാൻ ചില സ്ത്രീകളെ വിശ്വസിച്ചിട്ടുണ്ട്, സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ച് ഞാൻ നിരപരാധികളായ പുരുഷന്മാർക്ക് ശിക്ഷ വാങ്ങിക്കാൻ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഏറ്റവും റീസെൻ്റ് ഒരു എക്സാമ്പിളാണ് ഈ നിവിൻ പോളിയുടെയൊക്കെ ഒരു വിഷയം. അദ്ദേഹവുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു കേസിലേക്ക് അദ്ദേഹത്തെ പെടുത്തുകയും അദ്ദേഹം പത്രസമ്മേളനം വിളിക്കുകയും ഇപ്പോൾ അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുക്കുകയും ചെയ്തു. മാം വായിച്ചിട്ടുണ്ടായിരിക്കും ആ സംഭവം എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ സ്ത്രീകളുടെ ഒരു വിക്ടിം കാർഡ് ഉപയോഗിക്കുന്ന, പുരുഷന്മാർക്കെതിരെ ഉപയോഗിക്കുന്ന സ്ത്രീകൾ ഇപ്പോഴും ഉണ്ട്. അപ്പം ആ സാഹചര്യം അല്ലെങ്കിൽ അന്നത് ഒഴിവാക്കാമായിരുന്നില്ലേ? ആ ആലോചനകൾ ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഉണ്ടായിട്ടുണ്ട്. ഒരാളെ ഞാൻ അടിച്ചിട്ട് വരെ ഉണ്ട്, ഒരു ഭർത്താവിനെ, പാവം. ഭാര്യ പറഞ്ഞത് കേട്ടിട്ട് അയാളെ ജയിലിൽ പോലീസ് സ്റ്റേഷനിലെ അതിനകത്ത് ലോക്കപ്പിലിട്ടിട്ട് 2 അടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ്. പിന്നെ അയാൾ പറഞ്ഞു മാഡം ഒന്നും അന്വേഷിക്കുന്നത് അങ്ങനെ അന്വേഷിച്ചിട്ടാണ് കാര്യം മനസ്സിലായി. പിന്നെ ഞാൻ മാപ്പൊക്കെ പറഞ്ഞു ആളോട്, ക്ഷമിക്കണം എനിക്ക് വിശ്വസിച്ച് പോയതാണെന്ന് പറഞ്ഞു. പക്ഷേ ആ സ്ത്രീക്കെതിരെ എനിക്കൊന്നും ആ ഒരു സമയത്ത് അങ്ങനെ ഒരു ആക്ട് എടുത്ത സ്ത്രീക്ക് ശിക്ഷിക്കണം കള്ളം പറഞ്ഞതിന് എന്നുള്ള അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ അവരെ വഴക്ക് വന്നിട്ട് ഇങ്ങനെയൊന്നും മേലിൽ ചെയ്യരുതെന്ന് പറഞ്ഞ് വിടുക ചെയ്തത്. പക്ഷെ അതോടെ ആ ബന്ധം പോയി എന്ന് തോന്നുന്നു. ആ സ്ത്രീ പിന്നെ ഭർത്താവുമായിട്ട് ജീവിക്കാൻ പറ്റിയിട്ടില്ല. ഒരുപാട് പ്രാവശ്യം അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുള്ളതിൽ റിഗ്രറ്റ് ഉണ്ട്. നമ്മൾ വിശ്വസിക്കും ബ്ലൈൻഡായിട്ട്. ഒരു സ്ത്രീ കരഞ്ഞു വന്നിരുന്ന ഓരോ കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആളുകൾ തന്നെ ഇങ്ങനെ നമ്മുടെ സ്ഥലത്ത് വന്നിരുന്ന് പറയും, മുമ്പിൽ വന്നിരുന്ന് ചില കള്ളമൊക്കെ പറയും, നല്ല വിദഗ്ധമായിട്ട് കള്ളം പറയുന്നവരുണ്ട്. അപ്പം അങ്ങനെ കള്ളം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്ന രീതിയിൽ ഞാൻ പെരുമാറിയിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം. അതൊക്കെ അവോയ്ഡ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ചെയ്തു പോയി, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അത് റിഗ്രറ്റ് ഒന്നും പാടില്ല, ആരുടെയും മനസ്സിൽ പാടില്ല. നമ്മൾ ഒന്നിനെ പറ്റിയിട്ടും റിഗ്രറ്റോ ചെയ്തു പോയ കാര്യത്തിന് തോന്നിയിട്ടൊരു ഗിൽറ്റ്, ഒരു കുറ്റബോധമോ അല്ലെങ്കിൽ ഒരു പശ്ചാത്താപമോ അതൊക്കെ ഇങ്ങനെ മനസ്സിൽ കിടന്നു കഴിഞ്ഞാൽ അതിങ്ങനെ കരടായിട്ട് കിടക്കും. അതുകൊണ്ട് അത് വിട്ടുകളാ, അതൊക്കെ പഴയ കാര്യങ്ങൾ, അതൊക്കെ പോട്ടെ, സാരമില്ല, ഇനി ചെയ്യാതിരുന്നാൽ മതി എന്നുള്ള ഒരു ഫീലിംഗ്, ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഒരു കാര്യത്തെ പറ്റിയിട്ട്, നമ്മുടെ പാസ്റ്റിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള കള്ളങ്ങളോ, നമ്മൾ ചെയ്തിട്ടുള്ള കുറ്റങ്ങളോ, നമ്മൾ ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളോ, അല്ലെങ്കിൽ ഒരു കുറ്റബോധം തോന്നുന്നതോ ഒന്നും പാടില്ല. അതെല്ലാം എടുത്ത് കളഞ്ഞേക്കാം, അതെല്ലാം പോയി. അതൊന്നും അല്ല ഇപ്പം നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു നിമിഷം നമ്മൾ ആരാണോ അതാണ് നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നതെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അതൊക്കെ എടുത്ത് കളഞ്ഞേക്കാം. അത് മനസ്സിലിരിക്കേണ്ട കാര്യങ്ങളല്ല അത്. All we have is now. Now. Yeah.